നമസ്കാരം. ഞാൻ സുരേഷ് ലാത്ത്. നമ്മുടെ അഭിമാനമായ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഭാരത ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നാൾ തിരഞ്ഞെടുപ്പിലൂടെ നിന്ന വ്യക്തി എന്ന് റിക്കാർഡ് നെഹ്റുവിനെ മാറിക്കളക്കാൻ ഈ 9-ാം തീയതി സാധിക്കുന്നതാണ്. 9-ാം തീയതിയോടെ നെഹ്റുവിനെ പിന്തള്ളി മുന്നിലേക്ക് മോദി കയറുന്നു. നെഹ്റു 1947 മുതൽ 57 വരെ നോമിനേറ്റഡാണ്. തിരഞ്ഞെടുപ്പിലൂടെ അല്ല വന്നത്. അത് അറിയുന്നവർക്ക് അറിയാവുന്നതാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിനെ മാറ്റി കോൺഗ്രസ് പാർട്ടിയിലൂടെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ട സർദാർ വല്ലഭായ് പട്ടേലിനെ മാറ്റി പുള്ളി ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. അല്ലാണ്ട് അദ്ദേഹം നേർവഴിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതല്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയിൽ രക്ഷാസമിതിയിൽ നമുക്കൊരു സ്ഥിരംഗത്വം കിട്ടാമെന്നപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ചൈനയ്ക്ക് തള്ളിയ ആളാണ് ഇദ്ദേഹം. ആ ചൈനയുടെ കയ്യിൽ നിന്ന് അടികിട്ടിയപ്പോൾ സ്വന്തമായിട്ട് ഇദ്ദേഹം രാജിവെച്ച് പോകാണ്ട് കൃഷ്ണമേനോൻ രാജിവെപ്പിച്ച ആളാണ് ശ്രീ നെഹ്റു. ഇന്ന് ചൈന ഇന്ത്യക്കെതിരെ എന്തെങ്കിലും മിണ്ടാനോ പേടിക്കുന്നുണ്ടെങ്കിൽ കരുത്തനായ ഒരു പ്രധാനമന്ത്രിയാണ് കാരണം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് രാജ്യങ്ങളൊക്കെ ഓരോ ആൾക്കാരുടെ വാക്കുകളും കേട്ടുകൊണ്ട് ഇന്ത്യക്കെതിരെ തിരിയുമ്പോൾ അവരുടെ ഗതി സാമ്പത്തികമായിട്ട് എങ്ങനെ അധപ്പതിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇദ്ദേഹം ഭരണത്തിൽ കയറിയ പിന്നെ നമ്മളിന്ന് സാമ്പത്തികത്തിൽ 3-ാം സ്ഥാനത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നു. ഈ കൊറോണയും ലോകയുദ്ധങ്ങളും എല്ലാം മാറിക്കടന്നുകൊണ്ടാണ് ഇത്രയും നേട്ടം നമ്മൾ കൈവരിക്കാൻ സാധിച്ചത്. ഇതൊക്കെ മോദി എന്ന കരുത്തനായ ഒരു പ്രധാനമന്ത്രി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ സാധിച്ചത്. ആ പ്രധാനമന്ത്രി നീനാളും ആകട്ടെ, അല്ലേ? അതേ നമുക്ക് പറയാൻ പറ്റും. ജയ് ഹിന്ദ്.